സുബഹി നിസ്കരിക്കാത്ത ദിവസം ഒന്നും ചെയ്യണ്ട, അതിൽ ബറക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും നിന്റെ വീടിന് കുറ്റിയടിച്ചതാരാ? ഒന്ന് ആലോചിക്കേ. നിന്റെ വീടിന് കുറ്റിയടിച്ചതാരാ? നിന്റെ വീടിന് കല്ലിട്ടതാരാ? എൻ്റെ സഹോദരൻ, അങ്ങനല്ലേ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, കച്ചവടമൊക്കെ എന്തിനാ? ഒരു കട തുടങ്ങുന്നത് നിനക്ക് ജീവിക്കാനല്ലേ, നിനക്ക് രക്ഷപ്പെടാനല്ലേ ഒരു കട തുടങ്ങുന്നേ. നീ മന്ത്രിയെ വിളിച്ചോ, MLA വിളിച്ചോ, MP വിളിച്ചോ, മെമ്പറെ വിളിച്ചോ, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചോ, ആരെ വേണമെങ്കിലും നീ വിളിച്ചോ. പക്ഷേ നിന്റെ കടയ്ക്കകത്ത് ആദ്യം കയറേണ്ടുന്നവൻ സുബഹി നിസ്കരിച്ചവനായിരിക്കണം. സുബഹി നിസ്കരിച്ചവനായിരിക്കണം. നീ ആരെ വിളിച്ചില്ലെങ്കിലും ഞാൻ നിന്നോടെങ്കിലും പറയുക, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ആയിരിക്കണം സുബഹി നിസ്കരിച്ചിട്ട് ആദ്യം കയറേണ്ടത്. അല്ലാതെ സുബഹി നിസ്കരിക്കാത്തവനെ കൊണ്ട് നിന്റെ കട തുടങ്ങിയ മോനെ, അള്ളാഹു അതിൽ ബർക്കത്ത് നൽകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ഭാര്യയും, എല്ലാ ഭർത്താവും, എല്ലാ മാതാപിതാക്കളും നാളെ സുബഹി മുതൽ ഉറങ്ങുന്ന മക്കളുടെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത ഭർത്താവിൻ്റെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത ഭാര്യയുടെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത കൂടപ്പുറപ്പിൻ്റെ മുന്നിൽ പോയി ഖുർആനിലെ 2 ആയത്ത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ വീടിൻ്റെ റൂമിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടുന്ന് തൻ്റെ മക്കളോട് പറയുകയാണ്, മക്കളെ എഴുന്നേക്ക്, പള്ളിയിൽ പോകാൻ, നമസ്കരിക്കാൻ സമയമായി, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സമയമായി. എഴുന്നേക്കും മക്കളെ, നമസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിൻ്റെ അകത്ത് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പാടാ മോനെ, എഴുന്നേറ്റ് നിസ്കരിക്കടാ പൊന്നുമോനെ. നമസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 5 നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളയാ പറഞ്ഞത്. സൂറത്തു താഹ എടുത്തു നോക്ക്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു താഹ. ആ സൂറത്തു താഹയുടെ 132 ആയത്തെടുത്തിട്ട് ഓതി നോക്ക്. അള്ളാഹുവാ പറയുന്നത്, നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ നസ്അലുക റിസ്കാ. ഒരു വാപ്പ തൻ്റെ പൊന്നാര മക്കളോട് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു. അവിടെന്ന് പറയുന്നു, ഭക്ഷണം തരുന്നവനല്ലയാ, റിസ്ക് തരുന്നവനല്ലയാ. മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു അന്നം തരും മോനെ. പടച്ചവനെ, അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വാപ്പാ നീ ഭയപ്പെടണ്ട, നിന്റെ മക്കള് പട്ടിണിയാകുമെന്ന് നീ പേടിക്കണ്ട, തിന്നാ ഭക്ഷണം കിട്ടില്ല എന്ന് ഭയപ്പെടണ്ട, മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഗതി വരുമെന്ന് നീ പേടിക്കണ്ട. അള്ളാഹുവാണ് പറഞ്ഞത്, മോനെ നിസ്കരിച്ച ആഹാരം ഞാൻ തരാ, ഞാനാ നിനക്ക് ഭക്ഷണം തരുന്നത്. നീ കിടന്ന് രാപ്പകലുകൾ കിടന്ന് നെട്ടോട്ടമൂടണ്ട, നീ ടെൻഷൻ അടിക്കണ്ട, നീ ഒരുപാട് കഷ്ടപ്പെടണ്ട. മോനെ, നിന്റെ വാകീറിയത് ഞാനാണ്, നിനക്ക് കടിക്കാനുള്ള ഭക്ഷണം തരുന്നവൻ ഞാനാണ്. അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ വന്ന് ഇബാദത്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പടച്ചറപ്പ് പറയുമ്പോ, പെങ്ങളെ പഠിക്കാൻ തയ്യാറാകും, പെങ്ങളെ പേടിക്കല്ലേ പൊന്നുമോളെ. അള്ളയാ പറഞ്ഞത്, മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു റിസ്ക് തരും, കഴിക്കാനുള്ള ഭക്ഷണം അള്ള ഏറ്റെടുത്തിരിക്കുകയാ. നീ ചെയ്യേണ്ടത് തലകുത്തി നിൽക്കണ്ട. 5 നേരം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ എന്ത് ജോലിയാകട്ടെ,
എന്ത് ജോലിയാകട്ടെ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പെട്ടെന്ന് എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് നിനക്ക് കൈകാലുകളൊന്ന് കഴുകിയിട്ട് മീൻ വെട്ടിയാൽ കുളിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കരിപറ്റി എന്ന് പറഞ്ഞ് കുളിക്കണമെന്നില്ലല്ലോ. അതാ നിന്റെ ശരീരത്തിൽ വിയർപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ നിസ്കാരം നീട്ടിവെക്കരുത്. കാരണം നിസ്കാരം തടയുന്ന കാര്യമല്ല വിയർപ്പ്. എൻ്റെ പെങ്ങളോട് പറയുകയാ, ളുഹർ അസർ വരെ നീ നീട്ടല്ലേ മോളെ. ളുഹറിന് ബാങ്ക് വിളിച്ചാൽ പെട്ടെന്ന് കൈകാലുകൾ കഴുകിയിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ചെന്നിട്ട് നീ അങ്ങ് സുജൂദ് ചെയ്താൽ മരിക്കുന്ന കാലം വരെ അല്ല നിന്നെ പട്ടിണിക്കിടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഖുർആനാ പറയുന്നത്. മുത്തുനബി എവിടെന്നത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, മോളെ പേടിക്കണ്ട, ഒരിക്കലും നീ ഭയപ്പെടണ്ട. വീടിൻ്റെ അകത്ത് കടന്നുറങ്ങുന്ന 10 വയസ്സുള്ള 12 വയസ്സുള്ള 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന +1 പഠിക്കുന്ന പൊന്നുമോളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കടി എന്ന് പറയാൻ കഴിയണം. ഇപ്പം നിനക്ക് വല്ലാത്ത ആത്മാർത്ഥതയാ. എന്തിനാ ആത്മാർത്ഥത കാണിക്കുന്നത്? നിന്റെ മക്കൾ 10ാം ക്ലാസ്സിലൊന്ന് വിജയിക്കുന്നതിന് വേണ്ടിയാ, +1 വിജയിക്കുന്നതിന് വേണ്ടിയാ, +2 വലിയ മാർക്ക് വാങ്ങുന്നതിന് വേണ്ടിയാ, മക്കളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പടച്ചവനെ സ്പെഷ്യൽ ക്ലാസ് പോലും കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എങ്കിൽ നിനക്ക് ഈമാനുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലല്ല നിന്റെ മക്കളെ വിജയിപ്പിക്കേണ്ടത്. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വിജയിപ്പിക്കേണ്ടത് എവിടെയാ? അത് സ്കൂളിലല്ല. എവിടെയാ വിജയിക്കേണ്ടതെന്നറിയോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, എപ്പോഴാണ് ഒരു മനുഷ്യന് വിജയിയാകുന്നത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണ് വിജയം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ സുബഹി മുതൽ തുടങ്ങിക്കോ. അല്ലാഹുവേ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാ നിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. നിനക്ക് മരിക്കുന്നത് വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും മോനെ. എന്നിട്ട് രണ്ടാമത് പറയുകയാ, മോനെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത മോഹമല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത്? എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ്. ഈമാനോടുകൂടിയുള്ള ഒരു മരണം കൊതിക്കാത്തവരില്ല. വാപ്പാ, നിനക്ക് നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരണം വേണോ? ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ അല്ലാഹുവേ, മരിച്ച വീട്ടിൽ നിനക്ക് കിടക്കണോ? നിന്നെ കാണാൻ വരുന്നവർ നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണോ? അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ അല്ലാഹുവിൻ്റെ ഖുർആനാ പറയുന്നത്. വാപ്പാ, നിനക്കൊരു നല്ല മരണം കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്രയോ പേര് വെള്ളിയാഴ്ച രാവിലെ പോയി, എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടു. കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ പറഞ്ഞല്ലോ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. അവൻ്റെ മുഖത്തെ പ്രകാശം കണ്ടോ? അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ? അവൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, വല്ലവനും അല്ലാഹു കൊടുത്ത മരണം പറഞ്ഞ് നടന്നാ മതിയോ? നിനക്കും ആഗ്രഹമില്ലേ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ? അതുകൊണ്ട് അല്ലയാ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കരിച്ചാൽ
അള്ളാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ അവിടെന്ന് പറയുമ്പോ ഇതാണൊരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണൊരു ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാവിലെ വിശന്ന് തളർന്നു കിടക്കുന്ന മക്കളെ സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ അതാ 10 വയസ്സുള്ള മകന്റെ ചാരത്ത് ചെന്നിട്ട് 11 വയസ്സുള്ള മകന്റെ ചാരത്ത് ചെന്നിട്ട് വാപ്പ പറയുന്നു, മോനെ അനസേ എഴുന്നേക്കടാ, നിനക്ക് 11 വയസ്സായി. 7 വയസ്സുള്ളവന് അതാ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായവൻ നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണമെന്ന് പഠിച്ച വാപ്പാ. അല്ലാഹുവേ 10 വയസ്സല്ല, 15 വയസ്സല്ല, 20 വയസ്സല്ല. അല്ലാഹുവേ ഇന്ന് ആരും അടിക്കാറുമില്ല, ആരും മക്കളെ നന്നാക്കാൻ പരിശ്രമിക്കാറുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ പള്ളിയുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട യുവതവേ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എല്ലാവരും ടിക്ടോക്കിൻ്റെ പുറകിലാണ്, എല്ലാവരും ആവശ്യമില്ലാത്ത ചിന്തയിലാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നുപോയ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവന്ന് കഴുകുമരത്തിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതാ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി കയറ്റി ഇങ്ങനെ നിർത്തുമ്പോ അല്ലാഹുവേ, ഹുബൈബിനോട് തൻ്റെ കൂട്ടുകാരാണ് ശത്രുക്കള് അവിടെന്ന് ചോദിക്കുന്നു, ഹുബൈബേ നീ ചെറുപ്പക്കാരനാണല്ലോ ഹുബൈബേ, ചെറുപ്രായമാണല്ലോ ഹുബൈബേ, എന്തിനാടാ വെറുതെ ചാകുന്നത്? എടാ, നിനക്ക് ഇസ്ലാമിനെയൊന്ന് വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു വന്നുകൂടെ? പഴയ മതത്തിലേക്ക് നിനക്കൊന്ന് കടന്നു വന്നുകൂടെ? നിനക്ക് ആവശ്യമുള്ള സമ്പാദ്യം ഞങ്ങൾ തരാ, ഈ കൂട്ടത്തിൽ നീ കാണിക്കുന്ന പെണ്ണിനെ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് പറയുന്നു, ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഏത് പെണ്ണിനെ കാണിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാ. നിനക്ക് അധികാരം വേണോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞങ്ങൾ തരാം. അല്ലാഹുവേ ഹുബൈബിനോട് പറയുന്നു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ, നീ ഇസ്ലാമിനെ വലിച്ചെറിയണ്ട, മുഹമ്മദിന് എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞാ മതി. ഒന്നും പറയാതെ വന്നപ്പോ അവസാനം കൊല്ലുന്നതിന് മുമ്പ് ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിച്ചു, ഹുബൈബേ നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ, നിന്നെ കൊല്ലാൻ പോകുകയാണ്. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതെന്തെന്നറിയോ? എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരുവോ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാ. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് വുദുവെടുത്തു, അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. അല്ലാ, പെട്ടെന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ടങ്ങ് നിസ്കരിക്കുകയാ. പെട്ടെന്ന് 2 ചെറിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിച്ചത്. അല്ലാഹുവേ, അവസാനം പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ വീഴുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, ഹുബൈബ് എപ്പം നിസ്കരിച്ചാലും വലിയ സൂറത്തുകൾ മാത്രമേ ഓതാറുള്ളൂ. ഇന്ന് ഞാൻ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാ, ഞാനെങ്ങാണം എൻ്റെ നമസ്കാരം നീട്ടിയാ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്, ഇവർ ചിന്തിക്കും തമ്പുരാനെ. അല്ലാഹുവേ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ നിസ്കാരം നിർത്തിയത്. ഹുബൈബ് സുജൂദിൽ കടന്നുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ, നിസ്കരിക്കുമ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ റബ്ബേ, എനിക്കത് ഇനി കിട്ടില്ലല്ലോ അല്ലാ. അല്ലാഹുവേ എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൂക്കുകയറിന്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. ശത്രുക്കൾ കടന്നു വന്നു, ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ടു, അവിടെ നിന്ന് തൂക്കിക്കൊല്ലുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിൽ കിടന്ന് അവിടെ നിന്ന് യാത്രയാവുകയാണ്. അവിടുത്തെ ജനാസ ആർക്കും കൊടുക്കുന്നില്ല.
ജനാസ ഇങ്ങനെ തൂക്കുമരത്തിൽ കെട്ടിക്കിട്ടിരിക്കുകയാണ്, ആർക്കും കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അപ്പോഴാണ് ഒരു യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ. ഹുബൈബിൻ്റെ തല എനിക്ക് തരണേ, ഹുബൈബിൻ്റെ തല എനിക്ക് തരണേ. എന്തിനാണെന്നറിയോ? ഹുബൈബിൻ്റെ തലയോട്ടിയിൽ കള്ളൊടിച്ചു കുടിക്കാനാ. ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്, ഹുബൈബിൻ്റെ തലയോട്ടിയിൽ കള്ളൊടിച്ചു കുടിക്കാമെന്ന് ഞാൻ നേർച്ച ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. സുന്ദരിയായ പെണ്ണ് വന്ന് നിന്ന് യാചിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ശരീരം വേണോ? എന്താണ് വേണ്ടത് നിങ്ങൾ പറ, എനിക്കൊന്നേ മതി, ഹുബൈബിൻ്റെ തല എനിക്ക് വേണം. അവസാനം ആ പെണ്ണവിടെ കിടന്ന് പറയുമ്പോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, എൻ്റെ ഹുബൈബിൻ്റെ ജനാസ ആരെങ്കിലും കൊണ്ടുവാ സ്വഹാബാ. അങ്ങനെ ഒരു സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയെടുക്കും, തലയതാ ജനാസ കൊണ്ടുവരുന്നതിന് വേണ്ടി പടച്ചവനെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? എല്ലാവരും കൂടെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയിടതാ അവിടത്തെ തല വെട്ടി മുറിക്കുന്നതിന് വേണ്ടി അതാ അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ്. പെട്ടെന്നതാ പടച്ചവനെ അതാ പൊടിപടലിങ്ങൾ ഇങ്ങനെ പടരുകയാണ്, ഒന്നും കാണുന്നില്ല. ഈ സ്വഹാബിയാണെങ്കിൽ ഈന്തപ്പന മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുകയാണ്, പടച്ചവരെ ഒന്നും കാണുന്നില്ല. കുറേ സമയം കഴിഞ്ഞു ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. ചെറുപ്പക്കാരാ, നിന്നെ പോലെ ജീവിച്ചിരുന്ന യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു പോയ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജനാസ കാണുന്നില്ല. സ്വഹാബി ഇലാ ഹദ്റത്തി റസൂലില്ലാ, മുത്തുനബിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, ഹുബൈബിൻ്റെ ജനാസ കാണുന്നില്ല നബിയേ. ജീവിതത്തിൻ്റെ അഭിലാഷം, ജീവിതത്തിൻ്റെ അവസാന അഭിലാഷം എന്താണെന്ന് ചോദിക്കുമ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജനാസ കാണുന്നില്ലെന്ന് പറയുമ്പോ മുത്തുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, ഹുബൈബിനെ മലക്കുകൾ കബറടക്കി. സഹാബാ, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജനാസ കബറടക്കിയതും മലക്കുകളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര രോഗമാണെങ്കിലും, വയ്യാതെ കിടക്കുകയാണെങ്കിലും, എത്ര വലിയ തിരക്കാണെങ്കിലും, എത്ര വലിയ ജോലിയാണെങ്കിലും, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന വാപ്പമാരേ, നിസ്കരിക്കുന്ന ഉമ്മമാരേ, നിന്റെ മക്കളുടെ ഭാര്യമാര്, ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങള് നമസ്കരിക്കാതെ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ രോഗം പിടിച്ച നീ എഴുന്നേറ്റ് ഉളവെടുത്തിട്ട് നീ നിസ്കരിക്കുന്നത് വെറുതെയല്ല ഉമ്മ. നിനക്കല്ല തരുന്ന പ്രതിഫലമെന്താ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, പടച്ചവനെ അതാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ നീ കടന്നു പിടയുന്ന ഒരു സമയമുണ്ടല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വല്ലാതെ കൃത്യനിഷ്ഠത കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാഹുവേ, സുബഹിക്ക് പള്ളിയിലേക്ക് നടന്നാണ് പോകുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം ഒരു പ്രായം ചെന്ന മനുഷ്യനെ കാണുകയാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ വല്ലാത്ത പരിമളമാ, വല്ലാത്ത സുഗന്ധമാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നമസ്കാരം കഴിഞ്ഞു.
എല്ലാവരും നോക്കുമ്പോൾ മുഖം വല്ലാതെ പ്രകാശിക്കുന്നു. പടച്ചവനെ താടിയെല്ലാം നരച്ചിരിക്കുന്നു. കാണാനും തഴകെന്നറിയോ, പള്ളി മുഴുവനും സുഗന്ധമാ. അവസാനം അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ചോദിച്ചു, കൂടെ ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നല്ലോ, അതാരാ അതാരാ? അവിടെ നിന്ന് തങ്ങൾ പറയുന്നു, ഞാൻ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ കാണാറില്ല. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, അതാരാ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ആരെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാം സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ നടന്നു പോയപ്പോ അല്ലാഹുവേ ഖിളിർ നബിയെ കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ ആ സ്വഹാബിയാട് അവസാനം മരണത്തോട് മല്ലടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ അടുത്തു വന്ന് നിന്നിട്ട് ഖിദ്മത്ത് ചെയ്യുകയാണ്. കാരണം ഭർത്താവ് പോകുകയാ. അവസാനം അവിടെ നിന്ന് യാത്ര പറഞ്ഞു, അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് മഹാനവറുകൾ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, ഞാൻ പോകുകയാ, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടുകാര് വരുന്നു. എന്നെ കൊണ്ടുപോകാൻ എൻ്റെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വരുന്നു. അതുകൊണ്ട് നീയൊന്ന് വീടിൻ്റെ വെളിയിലിറങ്ങുമോ? ഒരു ഭർത്താവ് മരിക്കുന്ന സമയം ഭാര്യയോട് പറയുകയാണ്, നീ എൻ്റെ വീടിൻ്റെ വെളിയിലിറങ്ങ്. ഭാര്യ വീടിൻ്റെ വെളിയിലിറക്കി. സുബ്ഹാനല്ലാഹ്, അതാ അവിടെ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ അകത്ത് സംസാരം കേൾക്കുകയാ. ഭർത്താവ് ആരോടോ റൂമിൻ്റെ അകത്ത് കിടന്ന് സംസാരിക്കുകയാണ്. പടച്ചവനേ, ഭാര്യ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നോക്കുമ്പോ അല്ലാഹുവേ, വീടിൻ്റെ അകത്ത് വല്ലാത്ത പരിമളമാണ്, വീടിൻ്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ്. അവസാനമല്ല ഭാര്യ നോക്കുമ്പോൾ തൻ്റെ ഭർത്താവ് ഖുർആനിലെ ഒരായത്തോതിയിട്ട് അല്ലാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു ആയത്ത് ഓതിയിട്ട് പിന്നെ വീടിൻ്റെ അകത്ത് ശബ്ദമില്ല. ഭാര്യ ചെന്ന് നോക്കുമ്പോ റൂമിൻ്റെ അകത്ത് വല്ലാത്ത പരിമളമാ. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ചിരിച്ചുകൊണ്ട് കിടക്കുന്നു വാപ്പാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളാരും നിസ്കരിച്ചത് വെറുതെയല്ല, നിങ്ങളാരും പള്ളിയിൽ പോയത് വെറുതെയല്ല. പെങ്ങളെ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഭാഗത്ത് മലക്കുകൾ നിന്നിട്ട് അല്ലാഹ് വഅബ്ശിറൂ ബിൽ ജന്നാ, നിനക്ക് സ്വർഗം കാണിച്ചു തരും ഉമ്മ, അത് കണ്ടിട്ടേ നീ മരിക്കും ഉമ്മ. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് മക്കളോട് പറയുന്നു, മോനെ എഴുന്നേക്കടാ, അല്ലാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്ത്? മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു അന്നം മുടക്കൂല. പടച്ച റബ്ബ് നിനക്ക് റിസ്ക് തരും മോനെ. 2, അല്ലാഹു നിനക്ക് നല്ല മരണം തരും പൊന്നുമോനെ. ഉറങ്ങുന്നവനോട് മോനെ എഴുന്നേക്കടാ, അല്ല നിനക്ക് നല്ല മരണം തരും മോനെ എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാത്ത മകനുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിസ്കരിച്ചാൽ അല്ലാഹു നല്ല മരണം തരും. 3, നിന്റെ ജനാസ മലക്ക് കബറടക്കും മനുഷ്യ. ചുമന്നീ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവേ, മനുഷ്യര് മാത്രമല്ല ആ കൂട്ടത്തിൽ മലക്കുകളും കടന്നു വരികയാണ്. 4ാമത്തെ പ്രതിഫലമെന്താ? ഒരു വാപ്പ തൻ്റെ പൊന്നുമകനോട് പറഞ്ഞു കൊടുത്ത 4ാമത്തെ കാര്യമെന്താണ്? മൈക്ക് സെറ്റ് ചതിച്ചാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും പറയില്ല. പാവപ്പെട്ടവന് ജീവിക്കാനായിരിക്കണേ. ഞാൻ ആരുടെ അന്നം മുടക്കണ ആളല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ മൈക്ക് ശബ്ദം അടഞ്ഞു പോയാൽ പിന്നെ നമ്മളിപ്പോൾ പറയും, ആ മൈക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരാതിയാണ്. മൈക്ക് സെറ്റിന് പിന്നെ പൈസ എന്ന് പറയും. പാവപ്പെട്ട നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല.
ആൾക്കാരെങ്ങനെ ഈ ശബ്ദം അടഞ്ഞു പോയി നാളത്തെ സംഘാടകരെ വിളിച്ചിട്ട് തൊണ്ട അടഞ്ഞു പോയി വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കബറി കിടക്കണ വാപ്പായെ പോലും അമാര് വെറുതെ വിടൂല. അപ്പം പിന്നെന്താ, ഇങ്ങനെ അങ്ങ് പോകാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നിസ്കരിക്കാൻ നാളെ മുതൽ നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട് പറയേണ്ടതൊന്ന്, മോനെ എഴുന്നേറ്റ് നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ അള്ള നിനക്ക് ഭക്ഷണം തരും. 1. 2, നിസ്കരിച്ച നല്ല മരണം അള്ളാഹു തരും. ഖുർആനാ പറഞ്ഞേ. 2, നിസ്കരിച്ച നല്ല മരണം. വെള്ളിയാഴ്ച രാവിലെ പോകാം, ജുമായ്ക്ക് മുമ്പേ കൊണ്ടുപോയി ഖബറടക്കും. 3, നിന്റെ ജനാസ നാട്ടുകാർ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ ജനാസയുടെ കൂടെ ആരുണ്ടാകും? മലക്കുകളും ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 4, ഒന്നുകൂടെ കേട്ടോ. അൽഹംദുലില്ലാ. കണ്ണ് കാണാത്ത സാധുവായ മനുഷ്യൻ തൻ്റെ പൊന്നുമകൻ നല്ല പഠിക്കണം. അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളും ആലിമുമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. സംഘാടകർ ബക്കറ്റ് എടുത്തോപ്പോൾ എന്തായാലും ബർക്കത്തായിട്ട് കൊണ്ടു തന്നതല്ലേ. കണ്ണ് കാണാത്ത മനുഷ്യൻ തൻ്റെ മകൻ്റെ കയ്യെ പിടിച്ച് കൊണ്ടു തന്നത് നാളെ അവൻ്റെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകാനാ. നിങ്ങളെ ചിന്തിക്ക്, നിനക്ക് അള്ള കണ്ണ് തന്നില്ലേ, കാഴ്ചയില്ലേ, അല്ലേ? ആ സാധുവായ മനുഷ്യൻ അവൻ എത്ര വയസ്സ് വരും നോക്കിക്കോ. ഒരു 5, 10 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള മകൻ വാപ്പായി പിടിച്ചോണ്ടടക്കാ. എന്തിനാ സദക്ക തന്നേ? ഉസ്താദെ നാളെ ഇവൻ്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ആ സാധുവായ മനുഷ്യന് സ്വർഗം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. നിങ്ങളുടെ ആഗ്രഹതായിക്കട്ടെ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിൽ വരുന്നു. മനസ്സറിഞ്ഞിട്ടൊരു സദക്കയിട്. എന്നിട്ട് ഒന്നേ നീ ചോദിക്കാം, ഒരുപാടൊന്നും ചോദിക്കണ്ട. അള്ളാഹിനോട് ഒരേ ഒരു കാര്യം ചോദിക്ക്, അള്ളാഹുവെ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ഭാഗ്യം താ അല്ലാ. ഒന്ന് മതി. പടച്ചവനെ ഈ സദക്കയുടെ ബർക്കത്ത് കണ്ട് ഇതിന് പകരം അള്ളയാ പറഞ്ഞത് സ്വർഗം തരാമെന്ന്, അള്ളയാ പറഞ്ഞത് സ്വർഗം തരാമെന്ന്. റബ്ബേ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരണം എന്ന ഒരു നിയ്യത്തോടെ എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. പതിവലെ ഞാൻ പറയും, ഒന്ന് പോക്കറ്റ് കൈയിട്. ഇടണ്ട, ഇങ്ങനെ ഇരുന്നോ. തലയുടെ മുകളിൽ നോക്കിക്കോ വാപ്പാ, ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. എന്തിനാ വന്നേന്നറിയോ? ഈ ചങ്ങാതി ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോ നിനക്കറിയാം ഇത് പുട്ടടിക്കാനല്ല, പറ്റിക്കാനല്ല, നല്ല കാര്യത്തിനാ. ഇവര് നിന്റെ മുന്നിലേക്ക് വരുമ്പോ നീ മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സദക്കയിട്ട തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫ. അവിടുന്ന് മലക്ക് ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ ഈ ഉള്ളതിൽ പങ്കു കൊടുത്ത ഇവനെ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കൈകെട്ടിയിരുന്ന ആ മലക്ക് പറയും, അല്ലാഹുമ്മ അതി മുൻസികൻ ഖലഫ. അല്ലാഹുവേ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെച്ചേക്ക്. അള്ളാഹു നിനക്ക് തരുന്ന ലാഭമൊന്ന് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതം പോക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാം മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക. അള്ളാഹുവെ ആരെല്ലാം മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക കൊടുക്കുന്നു, അള്ളാഹു ഇവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ തമ്പുരാനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, ഒരു വാപ്പ തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. നിസ്കാരമുള്ള ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുത്ത ചരിത്രം എന്താ? മഹാനായ അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു, അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു മകനുണ്ടായിരുന്നു. 11 വയസ്സാണ് പ്രായമുള്ളത്. വാപ്പയും മകനും വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും ഒരുമിച്ചാണ് നടക്കുന്നത്. നാട്ടുകാർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ വല്ലാത്ത സ്നേഹമാ. അവസാനം അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയാണ്. പടച്ചവനെ വാപ്പയുടെ ജനാസ കുളിപ്പിച്ചു. എല്ലാവരും കൂടെ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ അകത്ത് അബൂ സിനാൻ തങ്ങളുടെ ജനാസ ഇറക്കി വെച്ചു. മണ്ണ് വാരി എറിഞ്ഞു. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു 11 വയസ്സുകാരൻ തന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കുടുംബക്കാര് വിളിക്കുന്നു, വാമോനെ വാപ്പയോടുള്ള കടമ കഴിഞ്ഞല്ലോ.
ഇനി എന്തിനാ നീ പള്ളിക്കാട്ടിൽ നിൽക്കുന്നത്? നിന്റെ ഉപ്പാനെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, ഖബർ കുഴിച്ചു, നിന്റെ വാപ്പയുടെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ഖബറിന്റെ അകത്ത് വെച്ചതാ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു. ഇനി എന്തിനാ മോനെ ഇവിടെ നിൽക്കുന്നത്? അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 11 വയസ്സുള്ള പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്താ? വാപ്പാ, നാട്ടുകാരോട് പറയുകയാ, എന്റെ ഉപ്പാനെ ഒറ്റക്കിട്ടിട്ട് ഞാൻ വരൂല, എന്റെ വാപ്പാനെ ഈ പള്ളിക്കാട്ടിൽ തനിച്ചിട്ടിട്ട് ഞാൻ വരൂല, എല്ലാവരും പൊക്കോ, എന്റെ വാപ്പയുടെ അവസ്ഥ എന്താണെന്നറിയാതെ ഞാൻ വരൂല. ആ പൊന്നുമകൻ എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് പറഞ്ഞു വിട്ടു. അബൂ സിനാ തങ്ങളുടെ 11 വയസ്സുള്ള പൊന്നുമകന് വാപ്പയുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എൻ്റെ ഉപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് 11 വയസ്സുകാരൻ തളർന്നങ്ങ് വീഴുകയാണ്. വാപ്പയുടെ ഖബറിന്റെ ചാരത്തി പൊന്നുമോൻ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. അവിടെ നിന്ന് ഉറങ്ങിപ്പോയി, അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. വാപ്പ വന്ന് വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുന്നു, മോനെ, എല്ലാരും പോയല്ലോ മോനെ, നീ മാത്രം എന്താണടാ എന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നത്? എന്റെ പൊന്നുമകന് വീട്ടിൽ പോകുന്നില്ലേ? ആ പിഞ്ചുമകന് പറയുന്നു, വാപ്പാ, ഈ കുഴിക്കകത്ത് നിങ്ങളെ ഇറക്കി കിടത്തിയിട്ട് ഞാൻ പോയാ എനിക്ക് സമാധാനം കിട്ടുവോ? എങ്ങനെയുണ്ട് വാപ്പാ? എന്റെ വാപ്പാന്റെ പുതിയ വീട് എങ്ങനെയുണ്ട്? എന്റെ വാപ്പയുടെ പുതിയ വീട് എങ്ങനെയുണ്ട്? അബൂ സിനാ തങ്ങൾ പറയുന്നു, മോനെ, വാപ്പയുടെ വീടല്ല, വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാ. വാപ്പയുടെ കാലിന്റെ ഭാഗത്താ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുന്നത്. മോനെ, എന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത പരിമളമാണ്, വല്ലാത്ത സുഗന്ധമാണ്. കണ്ണെത്താ ദൂരം എന്റെ ഖബർ വല്ലാത്ത വിശാലതയുള്ളതാ. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ, എന്റെ ഉമ്മ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് ഖബറെന്നെ കെട്ടിപ്പിടിച്ചത്. അബൂ സിനാ തങ്ങൾ പറയുന്നു, മോനെ, ഖബറിന്റെ അകത്ത് വന്ന മലക്കുകൾ എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ലംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ മണിയറക്കകത്ത് കിടക്കുന്നവനെ പോലെ കിടന്നുറങ്ങിക്കോ. ഇതാണ് മലക്കുകൾ എന്നോട് പറഞ്ഞത്. വാപ്പയ്ക്ക് ഇതിനകത്ത് സുഖമാണ് മോനെ. പൊന്നുമകൻ വാപ്പയോട് ചോദിക്കുന്നു, വാപ്പാ, എന്റെ ഉപ്പയ്ക്ക് പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? എന്റെ ഉപ്പയുടെ മണ്ണറ മണിയറയാകാറുള്ള കാരണമെന്താ? അബൂ സിനാ തങ്ങൾ പറയുന്നു, മോനെ, എന്റെ പൊന്നുമോനി പ്രതിഫലം വേണോ? എന്റെ പൊന്നുമോനി പ്രതിഫലം വേണോ? മോനെ, 5 നേരത്തെ നമസ്കാരം മുടക്കല്ലേ. 5 വഖത്ത് നമസ്കാരം സൂക്ഷ്മതയോടുകൂടി ചെയ്യണേ മോനെ. അല്ല നിനക്ക് ഈ പ്രതിഫലം തരുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന വീടേതാ? ശൈത്താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുള്ള വഴി എന്താ? മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ഭവനമേതാ? അത് നമസ്കരിക്കുന്ന ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, രണ്ടാമത്തെ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ഇറങ്ങി വരുന്ന രണ്ടാമത്തെ ഭവനമേതാ? മുത്തുനബി പറയുന്നു, സ്വഹാബ, രണ്ടാമത്തെ വീടേതെന്നറിയുമോ? ഒന്നാമത്തെ വീട് 5 നേരം നിസ്കരിക്കുന്ന ഭവനം. ആ വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മലക്ക് വരും. അവിടെ നിന്ന് ശൈത്താൻ ഓടി രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 2 നിർത്താറായോ? നിർത്താറായോ? ബോറടിച്ചു തുടങ്ങിയോ? ബോറടിച്ചു തുടങ്ങിയോ? ഇല്ല, 2 ഒന്നുകൂടെ പറയാം. 11:15 ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചില വീടുകൾ പ്രകാശിക്കുകയാണ്, ചില വീടുകൾ പ്രകാശിക്കുകയാണ്. ആ വീട് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, സ്വഹാബ,
അത് ഖുർആൻ ഓതുന്ന വീടുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകളുണ്ടല്ലോ, ആ വീട് മലക്കിന് നല്ല പരിചയമാണ്. ഈ പൊന്നുമകൻ ഒരു പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ ഓതി. അല്ലാഹുവേ, ഈ റഹ്മാൻ എന്ന് പറയുന്ന സൂറത്ത് ഓതിയപ്പോഴാണ് വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നത്. ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഏത് വീട്ടിലാണ് ഖുർആൻ ഓതുന്നത്? പണ്ടൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുമ്പോ ഓരോ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ഇന്ന് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഏത് വീടിന്റെ അകത്തിരുന്നാണ് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുന്നത്? എല്ലാ വീടിന്റെ അകത്തും ടിവിയുടെ സീരിയലിന്റെ ശബ്ദമാണ്. എല്ലാ വീടിന്റെ അകത്തും പടച്ചവനെ ഇന്ന് നടക്കുന്ന രംഗങ്ങൾ വല്ലാത്ത മോശമാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ മറന്നു പോകല്ലേ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്താണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹാബികൾ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു ചെന്നു. മരണത്തിന്റെ ആസന്ന അവസ്ഥയിൽ കിടക്കുന്ന ഇബ്നു മസ്ഊദ് തങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഉസ്മാൻ തങ്ങൾ പറയുന്നു, മസ്ഊദേ, ഞാൻ കുറച്ചു പൈസ തന്ന് സഹായിക്കട്ടെ. കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, ഞാൻ കുറച്ചു പണം തന്ന് സഹായിക്കട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ കരയുകയാ, എന്തേ ഉസ്മാനേ, എന്തേ ഉസ്മാനേ, മുത്തുനബി പറഞ്ഞത് മറന്നുപോയോ ഉസ്മാൻ? എന്റെ പെമ്മക്കളെ കുറിച്ച് എനിക്കൊരു പേടിയില്ല, അവരെ എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് എനിക്ക് ഭയമില്ല. എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് ഭയമില്ല. കാരണം എന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായമുണ്ടല്ലോ, ഏതെങ്കിലും വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ ആ വീട്ടുകാർക്ക് അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തന്നത് നീ മറന്നുപോയോ? ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാല്, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. ഉസ്മാനേ, എന്റെ പെമ്മക്കൾക്ക് ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവര് മറക്കാതെ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക, എന്റെ മക്കളുടെ വിവാഹം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എനിക്ക് യാതൊരു ഭയമില്ല ഉസ്മാൻ. ഏത് സൂറത്തെന്നറിയോ ഉമ്മ? പൊന്നാര മകളെ എങ്ങനെയാണ് കെട്ടിച്ചു കൊടുക്കുന്നതെന്നറിയാതെ വീടിന്റെ അകത്തിരുന്ന മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുന്ന ഉമ്മമാരെ, പൈസ ചെലവില്ലാത്ത ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. മുത്തുനബിയല്ലേ പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത റസൂലുള്ളയല്ലേ പറഞ്ഞത്. നിന്റെ പെമ്മക്കൾക്ക് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ പെമ്മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഖുർആനിലെ ഈ സൂറത്ത് ഓതിപ്പിച്ച അല്ലാഹു നിനക്ക് ഒരിക്കലും ദാരിദ്ര്യം തരൂല. ഏത് സൂറത്തെന്നറിയുമോ? സൂറത്തുൽ വാഖിഅയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ നിത്യമായിട്ട് ഓതുന്നുണ്ടോ? നീ കുടുംബത്തെ കുറിച്ച് ഭയപ്പെടണ്ട, മക്കളെ കെട്ടിക്കുന്നത് ഓർത്ത് ഭയപ്പെടണ്ട, വീടില്ലാത്തത് ഓർത്തിട്ട് ഭയപ്പെടണ്ട, പട്ടിണിയാകുമെന്ന് നീ ഭയപ്പെടണ്ട. നിന്റെ സർവ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ തങ്ങളെ ആ സമയമല്ലേ ടിവിയുടെ മുന്നിലിരുന്ന് പാഴാക്കുന്നത്, സീരിയൽ കണ്ട് പാഴാക്കുന്നത്, ഫോണിലൂടെ ഇരുന്ന് സംസാരിച്ച് പാഴാക്കുന്നത്. ആ സമയമല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഓതേണ്ടത്, ആ സമയത്തല്ലേ വാക്യം ഓതേണ്ടത്. അള്ളാഹു വാക്യം ഓതിയാ ദാരിദ്ര്യം മാറ്റിത്തരുമല്ലോ. ആ സമയത്തല്ലേ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്. ആരെങ്കിലും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ ഈ പള്ളിക്കാട്ടിൽ നിന്നെ ഒരു ദിവസം കൊണ്ട് കുഴിച്ചിടുമല്ലോ. ഒരു സീരിയലിന്റെ നടിമാരും വരൂല, ഒരു കൂട്ടുകാരികളും വരൂല, ഒരു ഭർത്താവും വരൂല, ഒരു മാതാപിതാക്കളും വരൂല, സ്വന്തം മക്കളും വരൂല. എല്ലാവരും കൂടെ നിന്നെ ഇവിടത്തെ പള്ളിക്കാട്ടിൽ വെളിച്ചമില്ലാത്ത കാടിന്റെ കുത്തൊരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് മടങ്ങി പോകുന്ന ദിവസമുണ്ടല്ലോ. ആ കബറിന്റെ അകത്ത് രക്ഷപ്പെടാൻ പെണ്ണേ 2.4 പേജേ ഉള്ളൂ, 2.4 പേജേ ഉള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ ഖബറും പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അപ്പോഴല്ലേ സൂറത്തുൽ സജദ ഓതേണ്ടത്. സൂറത്തുൽ സജദ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്താ? ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലമല്ലേ. എന്തിനാ മോളെ പാഴാക്കിയത്? എന്തിനാ മോനെ പാഴാക്കുന്നത്? ഈ സൂറത്ത് ഓതുന്നവർക്ക് ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലമാ. സൂറത്തു യാസീൻ ഓതിയിട്ട് മരിച്ചുപോയ നിന്റെ വാപ്പയ്ക്ക് വേണ്ടി, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി, പടച്ചവനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കിട്ടുന്ന സമയമാണല്ലോ. റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രതിസന്ധികളുമായി നടക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ. എന്തിനാ മരണ വീട്ടിൽ യാസീൻ ഓതുന്നത്? ഏത് കാര്യത്തിനും യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നതിന്റെ കാരണം വെറുതെയല്ല, ഉസ്താദന്മാർക്ക് പൈസ കിട്ടാനുള്ള എളുപ്പവഴിയല്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ യാസീൻ ഓതിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നിനക്കൊന്ന് പറയാൻ കഴിയുവോ? നിന്റെ അപരാധികൾ അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പറയാൻ കഴിയുവോ? അതുകൊണ്ട് സഹോദരാ, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? എല്ലാവരും വീടിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവരാ. മുത്തുനബി പറയുന്ന സ്വഹാബ, ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ 6666 ആയത്തുകളിൽ ഒരേ ഒരു ആയത്തുണ്ടല്ലോ, അതറിയാത്തവരില്ല, അതറിയാത്തവരില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖുർആനിൽ ഈ ഒരു ആയത്ത് ഓതിയാൽ അവന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ വെളുപ്പാങ്കാലം വരെ നീ പേടിക്കണ്ട, കള്ളം കൊണ്ടുപോകുമെന്ന് ഭയപ്പെടണ്ട, അക്രമികൾ വരുമെന്ന് ഭയപ്പെടണ്ട, ശൈത്താൻ വരുമെന്ന് ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു ആയത്ത് ഓതിയാൽ നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സർവ്വ ശൈത്താനും ഇറങ്ങിപ്പോകുന്ന ആയത്താ. നിന്റെ വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന സർവ്വ ശൈത്താനുകളും ഇറങ്ങിപ്പോകുന്ന ആയത്താ. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ പെമ്മക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ, നീ പേടിക്കണ്ട, മക്കളെ കെട്ടിക്കുന്നത് ഓർത്തിട്ട് പിരിവിനൊന്നും നടക്കണ്ട. സൂറത്തുൽ വാഖിയ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഓതുന്നുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ
2 സൂറത്തുൽ മുൽക്ക്, വീടും പ്രകാശിക്കും, പള്ളിക്കാട്ടിൽ നിന്റെ ഖബറും പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.